ഹലോ ഗൈസ്, റോബിൻ ടൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ മറാഠിക്കാരാണ്. അവരെത്തിയിരിക്കുന്നത് പൂനെ, റൈറ്റ്? പൂനെ എന്നാണ് അവരെത്തിയിരിക്കുന്നത്. അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ടൂറ്, അവർക്ക് കുറേ സ്പൈസസ് തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും അങ്ങനെ ഈ തേക്കടി ടൗണിൻ്റെ അടുത്തിരിക്കുന്നതായ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിച്ചത്. അങ്ങനെ എന്നെ വിളിച്ചു, ഞാൻ അവരെ പിക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ കസ്റ്റമർ. അവർക്ക് സേ ഹായ്. വെൽക്കം ടു തേക്കടി. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവർക്ക് മെയിനായിട്ട് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈസസും തേയിലത്തോട്ടങ്ങളാണ്. അത് നമ്മുടെ ഇവിടെ ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ ഗാർഡനിലൊക്കെയാണ് കൊണ്ടുപോയി കാണിക്കുന്നത്. പക്ഷേ അത് ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങനെ വേണ്ട, പോകുന്ന ജീപ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ കാണണം, ഇടയ്ക്കൊന്ന് ഇറങ്ങി കാണാൻ പറ്റുന്നത് കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇവരെയും കയറ്റിക്കൊണ്ട് നേരെ അവർ ആഗ്രഹിച്ചതായ അങ്ങനത്തെ ഒരു ഫാം ടൂറിലോട്ടാണ് ഇന്ന് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ്. ഇപ്പോൾ തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടത്തിൽ തേയിലയൊക്കെ നുള്ളുന്ന ഒരു ഇതൊക്കെയാണ്. ഇങ്ങനെ ആൾക്കാർ തേയിലയൊക്കെ പറിക്കുന്നു, അതൊക്കെ ഇങ്ങനെ കാണാം. അങ്ങനെ അവരതൊക്കെ കാണിച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കേട്ടപ്പം സാറിന് ഒരു ആഗ്രഹം, ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന്. സാറും എൻ്റെ ഒപ്പം ഇങ്ങനെ ഫോണൊക്കെ ടാബൊക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പുറകിൽ നിന്ന് മാഡമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ മാഡം ഇങ്ങനെ നോക്കി ഇങ്ങനെ വാവ് എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്. എന്തായാലും പൂനെക്കാർ ഇത് കാണുമ്പോൾ അവർക്കൊരു ഭയങ്കര ഒരു ഹാപ്പിയാണ്. കാരണം നമ്മുടെ നാട്ടിലെ പച്ചപ്പും വലിയ ട്രാഫിക് ഇല്ലാത്ത റോഡുകളും അങ്ങനെ ഉള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ്. പിന്നെ നല്ല മനോഹരമായ റിസോർട്ടുകളും ഈ സൈഡിൽ ഇപ്പോണ്ട്. നമ്മളിപ്പം ഇങ്ങനെ ഇവർക്ക് ഓരോ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ഇവരോട്, ഞാനിപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അവരിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹിന്ദിയിൽ അവരോട് ഇങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഹിന്ദി എനിക്ക് വലിയതായിട്ട് അറിയത്തില്ല, അറിയാവുന്ന പോലെയൊക്കെ ഹിന്ദി സംസാരിക്കും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ 10ാം ക്ലാസ്സും പുസ്തകമൊക്കെയാണ്, അതിന് മേളിലോട്ടൊന്നും പോയിട്ടില്ല. അപ്പം ഭയ്യ कैसा है? बढ़िया है? अच्छा है? केरला अच्छा है? अच्छा है केरला एकदम अच्छा है. आपका नाम क्या है? विराज. फर्स्ट टाइम में केरला में? यस फर्स्ट टाइम है ना? तो आपका केरला कौन सा प्लेस आपका अच्छा लगा? टेकड़ी से त्रिवेंद्रम में वेंट टू त्रिवेंद्रम अच्छा लगा. देन टेकड़ी बहुत अच्छा लगा. इन नेचर वी आर इन नेचर सो फीलिंग गुड. नेक्स्ट टाइम आ गया ना? यस डेफिनेटली. मैडम आपका वेज और नॉन वेज? वेज. ओ पूरा? हाँ, पूरा वेजिटेरियन. आपका होम में कौन सा करी वेजिटेरियन बनाएंगे? कौन सा करी फेमस बनाती वेजिटेरियन घर पे? कुकिंग हाँ. कौन सा करी अच्छा लगता है बनाने के लिए? फॉर एग्जांपल ओ कौन सा आपका बनाएंगे ना, कुकिंग बनाएंगे ना घर में? हाँ. कौन सा पूरन पोली. ठीक है. मैं सांबर है. सांबर ज़्यादा क्या कहेंगे? हमारे यहाँ ग्रीन लीफी वेजिटेबल ज़्यादा रहती है. क्या? ग्रीन लीफी वेजिटेबल. ठीक है. അപ്പം ഞാൻ അറിയാവുന്ന ഹിന്ദിയിലൊക്കെ ഇങ്ങനെ അടിച്ചു താർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സംസാരിക്കുന്ന ഹിന്ദിയിൽ എന്തേലും ഇതുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, എന്നാൽ ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഇതാ തേയിലത്തോട്ടത്തിലെത്തിയിട്ടുണ്ട്. തേയിലത്തോട്ടം അവർക്കൊന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ തേയിലയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ എത്തി. അപ്പം എനിക്കറിയാവുന്ന ഹിന്ദിയിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓ ഭയ്യ ആവോ, ഇതരാവോ മാഡം, ആവോ ഇതേ സൈഡ് മാവോ, ഈ സൈഡ് മാവോ. അപ്പം ഇങ്ങനെ തേയിലത്തോട്ടത്തിലൊക്കെ വണ്ടി നിർത്തി അവരെ പറഞ്ഞു കൊടുക്കുക. इങ്ങനെ देखो पूरा टी प्लांटेशन है. ये पूरा टी प्लांटेशन है. और टी प्लांटेशन का मिडिल में देखो एक पेड़ है ना, ये पेड़ का नाम सिल्वर ओक. हाँ, ये पेड़ का नाम सिल्वर ओक. वो बारिश का टाइम पानी स्टोर करती है. वो समर का सीजन है ना, वो नीचे प्लांट में सप्लाई करते हैं. बारिश का टाइम में पानी पूरा स्टोर करते हैं. गर्मी का टाइम में नीचे के प्लांट में सप्लाई करती है. ठीक है. देखो ये पेरियार रिवर है. ये केरला का बड़ा रिवर है, पेरियार नदी. ये नदी डायरेक्ट में कोच्चि में चलेंगे. देखो किंगफिशर बेड, देखो ऊपर में किंगफिशर. जमीन नहीं, तुरे. ഇപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഏലത്തോട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അകത്ത് പോകാൻ പറ്റത്തില്ല, ഓരോരുത്തരുടെ വ്യക്തികളുടെ തോട്ടമാണ്. അപ്പോൾ നമ്മൾ സൈഡിൽ നിർത്തിയാൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇവരൊക്കെ നമ്മൾ അകത്ത് കയറ്റി കഴിഞ്ഞാൽ മൊത്തത്തിൽ കുറച്ചുകൊണ്ട് പോകും, തോടോടെ കുറച്ചുകൊണ്ട് പോകും. അതേക്കോ ഭയ്യ ഏ ഹിലാച്ചി കാ ഫാം ഹേ.
अंदर देखो इलायची का फार्म है वो डाउन साइड में देखो छोटा छोटा ग्रीन कलर में है ना, ये इलायची है। ठीक है, इलायची का सीजन अक्टूबर नवंबर दिसंबर जनवरी 4 मंथ सीजन है। അവർ നമ്മുടെ ഏലക്ക ഇലാച്ചിയൊക്കെ കാണിച്ചപ്പോൾ സന്തോഷമായിട്ട് കണ്ട് അങ്ങനെ ഒരാളൊക്കെ ആണെങ്കിൽ അതിനകത്തൂടെ കയറിയൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്. അവളിങ്ങനെ നോക്കുന്നുണ്ട് എങ്ങനെയാലും എത്തി പറിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുകയല്ല, നമ്മൾ ഈ പറിക്കാൻ പറ്റുന്ന സ്ഥലത്തോണ്ട് നമ്മൾ നിർത്തുകയല്ലോ. അപ്പം അങ്ങനെ കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അറിയാവുന്ന ഹിന്ദിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ എൻ്റെ ഹിന്ദി കുറച്ച് മോശമാണെങ്കിൽ ചിലപ്പോൾ കമൻറ്റ് അതുപോലത്തെ ആയിരിക്കും. അപ്പം ബാക്കി അടുത്ത് പോകുന്ന വഴിക്ക് ബാക്കിയുള്ളത് കാണിക്കാം. നമ്മളിതാ കാപ്പി മരം കാണിക്കുകയാണ്. ये कॉफ़ी वाला कॉफ़ी का प्लांटेशन है। वो अभी सीज़न नहीं है, सीज़न ख़त्म हो गया। वो आने के टाइम में मिलेगा, कॉफ़ी बीन मिलेगा, मैं शो देते। ठीक है, ये देखो दूसरा वाला ये काली मिर्ची, ये काली मिर्ची देखो, ये काली मिर्ची है। वो डाउन साइड देखो वो कार्डमम है। एक फार्म में 2 प्लांटेशन है। वो काली मिर्ची एक ही साइड में और दूसरा साइड में वो इलायची है। ये इधर पूरा आदमी का जॉब ऐसा है। तो फिर इधर आदमी है ना, पूरा एजुकेशन अच्छा एजुकेशन है। पूरा एग्रीकल्चर का नहीं, वो आउटसाइड में नहीं चलेंगे। वो आउटसाइड में चलेंगे, वो 5 ईयर 10 ईयर वर्किंग करते वापस रिटर्न इधर आ गया, इधर फार्म में वर्किंग करते। हाँ ऐसा है। അപ്പോൾ വന്ന വഴിക്ക് ഒരു റിവർ പോയിൻ്റ് ഉണ്ട്. ഇവിടെ ഞാൻ വണ്ടി ഒന്ന് നിർത്തി അവരെ ഒന്ന് റിവറിൽ ഇറക്കി വിട്ട് അവർ ഇങ്ങനെ റിവറിലൊക്കെ ഇറങ്ങി അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് ഇങ്ങനെ നമ്മൾ ജീപ്പ് ഒന്ന് പാർക്ക് ചെയ്തു. പിന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ഇവിടെ ചായക്കടയിൽ ഇങ്ങനെ വരുന്ന കസ്റ്റമർക്ക് ഇവിടെ അകത്ത് കയറി ചായയൊക്കെ കുടിക്കാം. ഇവിടെ നല്ല ചായയൊക്കെ റെഡിയാക്കി തരും. അപ്പം ഇവിടെ ഇങ്ങനെ ഇവരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ചായയൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത്. നമ്മുടെ ജിൻസി ചേച്ചി പിന്നെ നമ്മുടെ ചേച്ചിയുണ്ട് ഇവിടെ. അവർ ഇവിടെ വരുമ്പോൾ വരുന്ന കസ്റ്റമേഴ്സിന് ചായയൊക്കെ റെഡിയാക്കി കൊടുക്കും. പിന്നെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇവിടെ വാങ്ങിക്കാം. സ്പൈസസ് ഒക്കെ ഉണ്ട്, സ്പൈസസ് അങ്ങനെയുള്ള പിന്നെ തേൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്ന് നിർത്തി ഒരു 10 മിനിറ്റ് ഇവിടെ ഒന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് നമ്മളടുത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. ഇത് നമ്മുടെ റിവർ പോയിൻറ്റിൻ്റെ വ്യൂ ആണ്. അപ്പം ഇങ്ങനെ റിവർ പോയിൻറ്റിൽ വണ്ടിയൊക്കെ നിർത്തി ഗസ്റ്റ് ഒന്ന് റിവറിലൊക്കെ പോയി കണ്ട് ഫോട്ടോയൊക്കെ എടുക്കാം. ഇങ്ങനെ ഇവിടെ ഒരു 5-10 മിനിറ്റ് നിന്നിട്ടാണ് നമ്മൾ അടുത്ത പോയിൻറ്റിലോട്ട് പോകുന്നത്. ഇത് മനോഹരമായ സ്ഥലമാണ്. ഈ റിവർ പോയിൻറ്റിൻ്റെ നേരെ ഈ മരക്കൂട്ടത്തിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയ മല കണ്ടില്ലേ, ആ മലയും അതിൻ്റെ ഈ മരത്തിൻ്റെ പുറകിലൊരു മലയുണ്ട്. ഈ മലയും തമ്മിൽ 2 മലയും കണക്ട് ചെയ്താണ് ഈ മുല്ലപ്പെരിയാർ ഡാം പണിതിരിക്കുന്നത്. 2 മലയുടെ ഇടയിലാണ് ഡാം പണിതിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞാൽ വരുന്ന വെള്ളമാണ് ഈ റിവർ. ഇവിടെ നിന്ന് ഏകദേശം മുല്ലപ്പെരിയാർ ഡാം ഒരു 4-5 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. पूरा कॉफ़ी प्लांटेशन है। ओके ओके देखो ये कॉफ़ी का छोटा प्लांट है। वो अभी गर्मी का टाइम है ना, वो पानी स्प्रे करती है। ये छोटी छोटी कॉफ़ी प्लांटेशन में वो गर्मी का टाइम में पानी स्प्रे करती है। और वो मोटी पत्ती प्लांटेशन लेके आइए। देखो अभी वो छोटा कॉफ़ी प्लांटेशन में पानी स्प्रे करती है। आई लाइक दैट अम्ब्रेला। हाँ, यू वांट टू दिस अम्ब्रेला? हाँ, या मार्केट में मिलेगा? अक्का இந்த கொடைக்கு எவ்வளோ அக்கா? தலையில் வச்சிருக்க கொடை 250 250 रुपया अम्ब्रेला। हाँ, वो आपका होटल है ना, होटल का पास मार्केट मिलेगा, उधर मार्केट में अम्ब्रेला शॉप में मिलेगा। टी बनाना इधर से एक्सपोर्ट होता है। एक्सपोर्टिंग है, आई मीन बनाता है फैक्ट्री है, टी फैक्ट्री मिलेगा, इधर मिलेगा। हाँ, आने का टाइम में फैक्ट्री मिलेगा। അങ്ങനെ മനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെ കാണിച്ച് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയൊരു ടൂറാണ്, വലിയ സമയമൊന്നും എടുത്തില്ല. ഒരു 1-1.5-2 മണിക്കൂർ ടൂറാണ് അവർ പറഞ്ഞത്. പക്ഷെ നമ്മളവരെ പതുക്കെ കൊണ്ടുപോയി ഒരു 3 മണിക്കൂറോളം ഇങ്ങനെ കാണിച്ചു. അത് ജസ്റ്റ് ഒന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാൽ മതി. പോകുന്ന വഴിക്ക് അത് മെയിനായിട്ട് തേയിലത്തോട്ടവും അങ്ങനെയുള്ള ഇത് തേയിലയൊക്കെ പറിച്ചിട്ട് അവർ റെസ്റ്റ് ചെയ്യുക. वो टी वाला वो पूरा आदमी वो खाना खाएंगे, वो टी
പ്ലക്കിംഗ് കാത്മി. Tulips है. അവർ തേയിലയൊക്കെ പറിച്ച് പാക്ക് ചെയ്തിട്ട് Thank you. അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം തേയിലയൊക്കെ പറിക്കുന്നത് കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ്. ബംഗാളികളൊക്കെയാണ് ഇപ്പം തേയിലത്തോട്ടം. ഇപ്പം പഴയതുപോലെ ഇവിടുത്തെ ആൾക്കാരില്ല, അവരെല്ലാം ഇവിടെ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു 2-3 വർഷമൊക്കെ 3-4 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുള്ള് നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ കുറച്ച് മൗണ്ടൻസ് ഒക്കെ ഇവർക്ക് കാണിച്ചു കൊടുത്തു, ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ കാണിച്ചു കൊടുത്തു. പക്ഷേ അടുത്ത് ഇങ്ങനെ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർണക്കൽ എന്നാണ് പറയുന്നത്. മൗണ്ട് അർണക്കൽ. നല്ല മനോഹരമായ സ്ഥലമാണ്. ഇവിടെയാണ് 2-3 സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ലളിതം സുന്ദരം, ക്രിസ്റ്റഫർ, ഈ സിനിമയൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ഇതിൽ നോക്കിയാൽ മതി, മാപ്പിൽ അർണക്കൽ അല്ലെങ്കിൽ മൗണ്ട് സത്രം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് എത്തും. ഇവിടെ നല്ല തേയിലത്തോട്ടൊക്കെ, നല്ല മനോഹരമായ തേയിലത്തോട്ടമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് വണ്ടിയൊക്കെ നിർത്തി രാത്രി ഇറങ്ങി ഫോട്ടോയൊക്കെ എടുക്കാം. നമ്മുടെ പ്രോഗ്രാം എങ്ങനെ ഇഷ്ടപ്പെട്ടാന്ന് ചോദിക്കാം. कैसा है प्रोग्राम, कैसा है? बढ़िया है, बढ़िया. मजा है ना? Yes, very मैडम बढ़िया है ना? बढ़िया. ठीक है ठीक है. ഓ Very good. പറയുന്ന ഒരുത്തം പറയുന്നുണ്ട്, ഒരു കൊച്ചു പറയുന്നുണ്ട് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഇവരെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റിയത് നമുക്കും ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കാണിച്ച് ഞാൻ ഇനി ഇവരെ കൊണ്ടുപോയി നേരെ തിരിച്ച് ഹോട്ടലിൽ കൊണ്ടുവിടും. പിന്നെ അടുത്തവർ ഇനിയിപ്പോൾ നേരെ മൂന്നാറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്താം. I love you, say bye. Bye.